ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന മാസം, അതായത് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന 15 എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റുകളാണ്. ഈ ഒരു പ്രൊജക്റ്റുകൾ റാങ്ക് ചെയ്തിരിക്കുന്നത് 1 മുതൽ 15 വരെയാണ്. അപ്പോൾ ഈ ഒരു 15 പ്രൊജക്ട്സാണ് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ എഫേർട്ട് ഇട്ടുകൊണ്ട് കിട്ടും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഓഗസ്റ്റ് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. എല്ലാ മാസവും നമ്മൾ പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. ഇത് ഓഗസ്റ്റ് മാസത്തെ ലിസ്റ്റ് മാത്രമാണ്. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ലിസ്റ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു റാങ്കിങ് ക്രമീകരണം നടത്തിയിരിക്കുന്നത് 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ 3 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം സമയം ഈ ഒരു ടെലഗ്രാം ബോട്ടിനകത്തോ അല്ലെങ്കിൽ വെബ്സൈറ്റിനകത്തോ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. 99% പ്രൊജക്റ്റുകളിലേക്കും നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില പ്രൊജക്റ്റുകളിലേക്ക് മാത്രം നമ്മൾ ഗ്യാസ് ഫീ ആയിട്ട് കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സമയമായിക്കോട്ടെ അല്ലെങ്കിൽ ക്യാഷ് ആയിക്കോട്ടെ, അതിന് എത്രത്തോളം റിട്ടേൺ ആയിട്ട് നമുക്ക് എയർ ഡ്രോപ്പ് ഫാമിങ്ങിന്റെ ഏർണിങ്സ് കിട്ടും എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഈ 3 ക്രൈറ്റീരിയാസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം പറയാൻ പോകുന്നത് 15ാമത്തെ പ്രൊജക്റ്റാണ്. അങ്ങനെ നമ്മൾ അവസാനം ഏറ്റവും നല്ല പ്രൊജക്റ്റിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് പ്രൊജക്റ്റ് നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും ഈ 15 മസ്റ്റായിട്ട് നിങ്ങളുടെ എയർ ഡ്രോപ്പ് ഫാമിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൊജക്റ്റുകളാണ്. ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ദിവസമുള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റാങ്കിങ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് ചിലപ്പോൾ 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ ലിസ്റ്റിൽ ഏറ്റവും ആദ്യമുള്ള പ്രൊജക്റ്റ് ചിലപ്പോൾ ലിസ്റ്റിൽ നിന്ന് തന്നെ പുറത്തായേക്കാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തേക്ക് വന്നേക്കാം, ഏറ്റവും അവസാനമുള്ള പ്രൊജക്റ്റ് ഏറ്റവും നല്ലതിലേക്ക് അയക്കാം. അങ്ങനെയൊക്കെ തകിടം പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവസാനം പറയുന്ന ഏറ്റവും നല്ല ഒരു പ്രൊജക്റ്റ് മാത്രം ചെയ്യാതിരിക്കുക. ഈ 15 എയർ ഡ്രോപ്പ് ഫാമിംഗ് സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരാളാണെങ്കിൽ ചെയ്തിരിക്കണം. ഓക്കെ, ഇന്ന് നിങ്ങൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ഏർണിങ്സ് ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് എടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ബോട്ടുകൾ മാത്രമേ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ടൈമുള്ള ബോട്ടുകൾ മാത്രമേ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ പറയുന്നുള്ളൂ. നമ്മളുടെ ലിസ്റ്റിലെ 15ാം സ്ഥാനത്തുള്ള എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റ് നോക്കുകയാണെങ്കിൽ മീം5 ടെലഗ്രാം ബോട്ടാണ്. ഈ ഒരു മീം5 പ്രൊജക്റ്റിൻ്റെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ലീനിയാണ് ഇവരുടെ ലോഞ്ച് പാർട്ണർ. ഫുൾ വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് ചാനൽ ചെക്കൗട്ട് ചെയ്താൽ കാണാം. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയേണ്ടവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെ മീം5ൻ്റെ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. മീം5 കോയിൻ നമുക്ക് ഒരിക്കലും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിക്കുള്ള ഫണ്ടിങ് ഉണ്ട്, നല്ല രീതിക്കുള്ള ബാക്കപ്പും കാര്യങ്ങളുണ്ട്, നല്ല രീതിക്ക് ബാക്ക് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ലോഞ്ച് പാർട്ണറും ലീനിയാണ്. അതുപോലെ തന്നെ നല്ലൊരു പ്ലാൻ വർക്ക് ഉണ്ട്. ഓൾറെഡി ഇന്റഗ്രേറ്റഡ് വാലറ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്നു കഴിഞ്ഞു. ഇതെല്ലാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം കോയിൻസ് ഏൺ ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് പ്രൊജക്റ്റ് നോക്കുകയാണെങ്കിൽ ചിക്കൂപ്പാണ്. ചിക്കൂപ്പിന്റെ റോഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള റോഡ് മാപ്പാണ്. എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് അവർ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. അല്ലാതെ ജൂലൈയിൽ TG വെച്ചിട്ട് അടുത്ത മാസത്തേക്ക് ഞങ്ങൾ മാറ്റുകയാണ്, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിക്കല്ലാതെ അവരെന്തെങ്കിലും ഒരു ഇവന്റ് കൃത്യമായിട്ട് അവരുടെ റോഡ് മാപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇതുവരെ പാലിച്ചു പോകുന്ന ഒരു പ്രൊജക്റ്റാണ് ചിക്കൂപ്പ്. ഫ്രീ ആയിട്ട് തന്നെ വളരെ വലിയൊരു ഏർണിങ്സ് ചിക്കൂപ്പ് നിന്ന് കിട്ടും. കാരണം വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഈ എയർ ഡ്രോപ്പ് ഫാം ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു ഗെയിം മെക്കാനിസവും ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രോത്തും നമുക്ക് ഈ ഒരു ചിക്കൂപ്പിൽ കാണാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 13ാം സ്ഥാനത്ത് വരുന്ന പ്രൊജക്റ്റാണ് ഗെയിമിംഗ് ബോട്ട് യൂസ് ചെയ്ത് നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്ന വാട്ട് ടോക്കൺ ആണ്. വാട്ട് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിംഗ് ക്രിപ്റ്റോ കറൻസിയാണ്, ഗെയിമിംഗ് നറേറ്റീവാണ്. വരുന്ന ബുൾ റണ്ണിന് മുൻപ് ഈ ഒരു കോയിൻ ലിസ്റ്റ് ആവുകയും നമുക്ക് നല്ലൊരു ഏർണിങ്സ് ഹോൾഡ് ചെയ്താൽ കിട്ടുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത ബോട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഗെയിമിംഗ് മിസ്സാക്കാതിരിക്കുക. 12ാം സ്ഥാനത്ത് വരുന്നത് കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിന്റെ സമ്മർ ക്വസ്റ്റ് പ്രോഗ്രാമാണ്. ഇതിൽ നിന്നും വളരെ നല്ലൊരു ഏർണിങ്സ് കിട്ടും. കാരണം വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ഈ ഒരു എയർ ഡ്രോപ്പ് ഫാം ചെയ്യുന്നത്. ഫാം ചെയ്യുന്നവരാണ് ടാസ്കും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യല്ല, വെറുതെ ജോയിൻ ചെയ്തിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഏർണിങ്സ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിന്റെ എയർ ഡ്രോപ്പിൽ നിന്നും കിട്ടുമെന്ന കാര്യം സംശയമില്ല. 11ാം സ്ഥാനത്ത് വരുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ബി കോയിൻ ആണ്. ബി കോയിൻ 2048. ആ പേര് കേൾക്കുമ്പോൾ പലർക്കും ഒരു സസ് അടിച്ചേക്കാം. എങ്കിലും ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഈ ഒരു പ്രൊജക്റ്റ് നോട്ട് കോയിന്റെ സെയിം ടീമാണ് ഈ ഒരു പ്രൊജക്റ്റിന് പുറകിലുള്ളത്. വാലറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് അടുത്ത് തന്നെ ലിസ്റ്റ് ആവും. അതുപോലെ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമിംഗ് മെക്കാനിക്സ് ആണ്. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, തീർച്ചയായിട്ടും കാണേണ്ടവർ കാണുക. അതിനുശേഷം മൈനിങ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ലിസ്റ്റിലെ 10ാം സ്ഥാനത്ത് വരുന്ന എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റ് ആണ് കാറ്റിസൺ. കാറ്റിസനെ പറ്റി അറിയാത്ത ആരും ഉണ്ടാവില്ല. അതിന്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് സമയമുണ്ട്. പ്രീ മാർക്കറ്റ് സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ഉടനെ തന്നെ ലിസ്റ്റിംഗ് ഉണ്ടാവും. ഉടനെ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുകയും ചെയ്യും. നല്ലൊരു എയർ ഡ്രോപ്പാണ് ഞാൻ ഇതെന്ന് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടുക എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ കാറ്റിസൺ വളരെ നല്ലൊരു എയർ ഡ്രോപ്പാണ്. വളരെ നല്ല ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇവരുടെ എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റിനകത്തും നടത്തുന്നുണ്ട്. 9ാം സ്ഥാനത്ത് വരുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സീഡാണ്. സീഡ് മൈനിങ് ആണ്. സീഡിന്റെ വാല്യൂ ആർക്കും അറിയില്ല. കാരണം എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെന്ന് അറിയില്ല. കാണുമ്പോൾ ഒരു ലുക്ക് ഇല്ലെങ്കിൽ പോലും ഈ സീഡിന് വരാൻ പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം നമുക്ക് വളരെ കുറച്ച് സപ്ലൈ മാത്രമേ തരുന്നുള്ളൂ. മില്യൺസോ ബില്യൺസോ ഒന്നും നമുക്ക് തരുന്നില്ല. അതുപോലെ തന്നെ നല്ലൊരു പ്ലാൻ വർക്ക് ഉണ്ട്, നല്ലൊരു എക്സിക്യൂഷൻ ഉണ്ട്. അപ്പോൾ നല്ല രീതിക്ക് സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി നല്ല സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് സീഡ്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരായിരിക്കും ഭൂരിഭാഗം. നമ്മുടെ ടെലഗ്രാം ചാനലിലുള്ള കുറഞ്ഞ ആൾക്കാർ മാത്രമേ സീഡ് മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. കാരണം ഈസി ആയിട്ടുള്ള മൈനിങ് പ്രോസസ്സാണ്. കാരണം ജസ്റ്റ് ക്ലെയിം അടിക്കുക എല്ലാ 8 മണിക്കൂറിൽ എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ.
ഉള്ളൂ. ഞാനിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് എൻ്റെ 12 hours ആയത്. അല്ലാത്തവർക്ക് 8-2 മണിക്കൂറൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ ലിസ്റ്റിലെ 8ാം സ്ഥാനത്ത് വരുന്ന പ്രൊജക്റ്റാണ് സ്വാൻ ചെയിൻ. ഈ സ്വാൻ ചെയിനെ പറ്റി ഞാൻ ടെലഗ്രാമിൽ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ തന്നെ ചെയ്യാം. തീർച്ചയായിട്ടും ഇത് ഒരിക്കലും മിസ്സാക്കരുത്. കാരണം ബൈനാൻസ് ലാബ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു എയർ ഡ്രോപ്പ് അലോക്കേഷൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൊജക്റ്റാണ് സ്വാൻ ചെയിൻ. ടെലഗ്രാം ബോട്ടുകൾ മാത്രമല്ല നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് തരിക എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സ്വാൻ ചെയിൻ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. പേരിനൊരു ഗുമ്മില്ല എന്ന് വെച്ചിട്ട് ഒഴിവാക്കി കളയാതിരിക്കുക. ഓക്കെ, 7ാം സ്ഥാനത്ത് വരുന്ന പ്രൊജക്റ്റാണ് ബനാന. ബനാനയെ പറ്റി ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നെ പുച്ഛിക്കുന്നുണ്ടായിരുന്നു. എന്താണ് പഴത്തൊലിയോ പഴത്തിൻ്റെ എയർ ഡ്രോപ്പോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവർ മനസ്സിലാക്കുക ഈ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാർവാണ്. അതുപോലെ തന്നെ OKX, അനിമോക്ക ബ്രാൻഡ്സ് എന്നിങ്ങനെ വരുന്ന ജയൻ്റ് ആയിട്ടുള്ള കമ്പനീസ് എല്ലാം തന്നെയാണ് ഇവരെ ബാക്ക് ചെയ്യുന്നത്. ഓൾറെഡി $50 മില്യൺ ഇവർ ഓൾറെഡി ഫണ്ടിങ് ആയിട്ട് റേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്രത്തോളം വലിയ ഒരു പ്രൊജക്റ്റ് ആണെന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോഗ്സ് ആണ്. 6ാം സ്ഥാനത്താണ് ഡോഗ്സ് വെച്ചിരിക്കുന്നത്. ഡോഗ്സിൽ നിന്നും വലിയൊരു ഏണിങ്സ് തന്നെ കിട്ടും. കാരണം ടെലഗ്രാമിൻ്റെ ഫൗണ്ടറുടെ തന്നെ കോയിനാണ് ഡോഗ്സ് എന്ന കാര്യം 100% കൺഫേം ആയി കഴിഞ്ഞു. ഇതിൻ്റെ വലിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ മിസ്സാക്കിയാൽ നിങ്ങൾക്ക് നോട്ട് കോയിൻ മിസ്സാക്കിയതിനെക്കാട്ടും വലിയൊരു നഷ്ടമായിരിക്കും നിങ്ങൾക്ക് വരിക. മീം കോയിനാണ്. ഓഫ്കോഴ്സ് കുറേ സപ്ലൈ ഉണ്ടാവുമെങ്കിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസിന് വളരെ വലിയ വാല്യൂ ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. ഡോഗ്സ് നിങ്ങൾ എന്തൊക്കെ ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ടും മൈൻ ചെയ്യേണ്ട കോയിനാണ് ഡോഗ്സ്. മൈനിങ് എന്നൊന്നും പറയാനല്ല, ജസ്റ്റ് കയറുക, ഡെയിലി ലോഗിൻ ബോണസ് എടുക്കുക, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് തന്നെ തരാൻ പോകുന്ന എയർ ഡ്രോപ്പ് ആണ് ഡോഗ്സ്. നമ്മളുടെ ലിസ്റ്റിൽ ഏറ്റവും പെട്ടെന്ന് ലിസ്റ്റ് ആകാൻ പോകുന്ന കോയിനാണ് ഡോഗ്സ് കോയിൻ. അപ്പോൾ തിരക്കുള്ളവർ എന്ത് ചെയ്യുക, ഡോഗ്സ് കോയിൻ തീർച്ചയായിട്ടും മിസ്സാക്കാതെ ഫാം ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് വരുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോർമിൻ്റ് ആണ്, അഥവാ സ്ലീപ്പ് കോയിൻ. അപ്പോൾ ഇതും ബൈനാൻസ് ലാബ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റാണ്. വളരെ കുറഞ്ഞ സപ്ലൈ ഉള്ള കോയിനാണ്. വളരെ വലിയ എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടാൻ പോകുന്ന കോയിനാണ്. കാരണം ആരും തന്നെ ഈ എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുന്ന പോലുമില്ല. ടെലഗ്രാമിൽ ഷെയർ ചെയ്താൽ പോലും എല്ലാവർക്കും ചെയ്യാൻ മടിയാണ്. ഞാൻ എന്നോ ഷെയർ ചെയ്യാൻ തുടങ്ങിയാണ് ഡോർമിൻറ്റ്. ആരും തന്നെ ഡോർമിൻറ്റിനെ എടുക്കേണ്ട ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അത് തന്നെ മൈൻ ചെയ്യുന്നവർക്ക് അത് വലിയൊരു ഗുണമാണ്. കാരണം കുറേ ആൾക്കാരില്ല. അപ്പോൾ കിട്ടുന്നവർക്ക് വലിയ എമൗണ്ട് ആയിരിക്കും കിട്ടാൻ പോകുന്ന. നല്ല രീതിക്ക് ഫണ്ടിങ് ഡോർമിൻറ്റും ഉണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. 4ാം സ്ഥാനത്ത് വരുന്ന പ്രൊജക്റ്റാണ് ടൈം ഫാം. പലരും ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ കാണുന്ന ഒരു പ്രൊജക്റ്റാണ് ടൈം ഫാം. ഓൾറെഡി ടൈം ഫാമിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ ഒരു കോയിൻ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. $30 ഒരു കോയിൻ്റെ വില എന്ന കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ സക്സസർ, അതായത് 2.0 ആണ് ഈ ഒരു ടൈം ഫാം എന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് എന്ന് പറയുന്ന ടൈം ഫാം നമുക്ക് കിട്ടുന്ന കോയിൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ടൈം ഫാമും സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏണിങ്സ് തരാൻ പോകുന്ന പ്രൊജക്റ്റാണ് ടൈം ഫാം. നമ്മളുടെ ലിസ്റ്റിലെ ഏറ്റവും മികച്ച 3 എയർ ഡ്രോപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. 3ാം സ്ഥാനത്ത് വരുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ വേവ് വാലറ്റ് ആണ്. വേവ് വാലറ്റ് ഫ്രീ മൈനിങ് അല്ല, നിങ്ങൾക്ക് ഗ്യാസ് ഫീ ആയിട്ട് കുറച്ച് സുയി കോയിൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു സുയി കോയിൻ അല്ലെങ്കിൽ നമ്മളുടെ വേവ് വാലറ്റിലേക്ക് വരിക. അല്ലാത്തവർ വന്നിട്ട് കാര്യമില്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ 99% ആൾക്കാരും ഈ ഒരു മൈനിങ്ങിൽ പങ്കെടുക്കില്ല. അപ്പോൾ പങ്കെടുക്കുന്നവർക്ക് വളരെ വലിയൊരു ഏണിങ്സ് കിട്ടും എന്ന കാര്യം 100% അല്ല 1000% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. നമ്മളുടെ ലിസ്റ്റിലെ 2ാമത്തെ പ്രൊജക്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏണിങ്സ് തരാൻ പോകുന്ന 2ാമത്തെ പ്രൊജക്റ്റ് നോക്കുകയാണെങ്കിൽ ഹോട്ട് വാലറ്റ് ആണ്. ഹോട്ട് വാലറ്റിനെ പറ്റി ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ എല്ലാ വീഡിയോസിലും എടുത്തെടുത്ത് പറയുന്നതാണ്. ഹോട്ട് വാലറ്റിൻ്റെ സപ്ലൈ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കിട്ടാൻ പോകുന്ന ഏണിങ്സ് വളരെ വലുതാണ്. അതുപോലെ തന്നെ വളരെ വലിയൊരു MPC വാലറ്റായി ഫ്യൂച്ചറിൽ മാറാൻ പോകുന്ന വാലറ്റാണ് ഹോട്ട് വാലറ്റ് എന്ന കാര്യം കൃത്യമായിട്ട് നമുക്ക് ഇവർ തന്നെ സൂചന തന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം കിടിലൻ പ്രൊജക്റ്റാണ് ഹോട്ട് വാലറ്റ് എന്നുള്ളത്. ഹോട്ട് വാലറ്റും ഫ്രീ അല്ല. ഹോട്ട് വാലറ്റിലും നിങ്ങൾ ഗ്യാസ് ഫീ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് നിയർ ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന കാര്യം മനസ്സിലാക്കുക. ഏകദേശം $5 നിങ്ങൾക്ക് കൂടെ ചിലവുണ്ട്. $5 കയ്യിൽ എടുക്കാനുള്ളവർ മാത്രം ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരിക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് തന്നെ ഗ്യാസ് ഫീ ആയിട്ട് കൊടുത്ത് മൈൻ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഏണിങ്സ് അപ്പോൾ വളരെ കുറവായിരിക്കും. ഗ്യാസ് ഫീ ഇടുന്നത് തന്നെയാണ് ബെറ്റർ. ഇനി തീരെ ഗ്യാസ് ഫീ എടുക്കാനില്ലാത്തവരാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു ഹോട്ട് തന്നെ മൈൻ ചെയ്യാം. ഹോട്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന ഏണിങ്സ് വളരെ കുറവായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം ഹോട്ട് വാലറ്റ് മൈൻ ചെയ്യാം. നമ്മളുടെ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും അവസാനം ലിസ്റ്റ് ആകാൻ പോകുന്നതുമായിട്ടുള്ള പ്രൊജക്റ്റാണ് ബ്ലം അഥവാ ബ്ലൂം. ഞാൻ എന്തായാലും ഇതിനെ ബ്ലം എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലം നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും വലിയൊരു മിസ് വേറെ വരാനില്ല. കാരണം ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ ടോക്കൺ നമുക്കറിയാം BNB ആണ് അല്ലേ. BNB വന്നപ്പോൾ ഉള്ള അതേ സെയിം അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് ബ്ലമ്മിനെ കാണാൻ പറ്റുക. ബൈനാൻസിൻ്റെ സ്വന്തം കോയിനാണ് BNB. അതുപോലെ തന്നെ ബ്ലം എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ കോയിനാണ് ബ്ലം. ബ്ലം എന്ന് പറഞ്ഞാൽ നോർമൽ എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റ് അല്ല, എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ബ്ലം. അപ്പോൾ എന്താണ് ബ്ലം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആവാൻ പോകുന്ന പ്രൊജക്റ്റാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇന്ന് ക്രിപ്റ്റോ കറൻസി ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റും.
ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബൈനാൻസിൽ നിന്നും ബൈബിറ്റിൽ നിന്നും ക്രിപ്റ്റോ ഒക്കെ വാങ്ങുന്ന പോലെ ഈസി ആയിട്ട് തന്നെ ടെലഗ്രാം ബോട്ട് യൂസ് ചെയ്തുകൊണ്ട് ബൈനാൻസ് പോലെ അല്ലെങ്കിൽ ബൈബിറ്റ് പോലെ ക്രിപ്റ്റോ കറൻസീസ് വാങ്ങാനും സെല്ല് ചെയ്യാനും ഈ ഒരു ബോട്ടിനകത്ത് തന്നെ പറ്റും. ഫ്യൂച്ചറിൽ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്സും അപ്ഡേറ്റ്സ് ഒക്കെ വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസിൻ്റെ എണ്ണം, ബ്ലം പോയിൻസിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് ഇപ്പോൾ എടുത്തു വെക്കാൻ പറ്റും അത്രയും പോയിൻറ്റ്സ് ശേഖരിച്ച് വെക്കുക. ഫ്യൂച്ചറിൽ ഏറ്റവും വലിയൊരു എയർ ഡ്രോപ്പായി വരാൻ പോകുന്നതാണ് ബ്ലം. നമ്മളുടെ 15 പ്രൊജക്റ്റുകളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾ മൈൻ ചെയ്യുന്ന പല പ്രമുഖ പ്രൊജക്റ്റുകളും ഉണ്ടാവില്ല. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെ ടോപ്പ് ലിസ്റ്റിൽ നല്ല എൻ്റെ മൈനിങ് ലിസ്റ്റിൽ പോലും ഹാംസ്റ്റർ കോമ്പാറ്റ് ഇല്ല.